ഹായ് everyone, വെൽക്കം ടു മൈ ചാനൽ എക്സ്ട്രാ സബ്ജക്റ്റ്. ഇന്ന് എൻ്റെ ചാനലിന് 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്ത എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. പണ്ട് ഒരു രാജാവ് കുറ്റവാളിയെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ വേർഡിക്റ്റ് ഇങ്ങനെയായിരുന്നു: ഹാങ് ഹിം, നോട്ട് ടു ലീവ് ഹിം. രാജസേവകൻ എഴുതിയപ്പോൾ ഹാങ് ഹിം നോട്ട്, ടു ലീവ് ഹിം. നോട്ട് കഴിഞ്ഞ് കോമ ചേർത്തപ്പോൾ അർത്ഥമേ മാറിപ്പോയി. കുറ്റവാളി രക്ഷപ്പെട്ടു. അതാണ് ഇംഗ്ലീഷ് ഭാഷ. കോമ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ രൂപീകരിച്ചിരിക്കുന്നു. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷിലെ ചില വേർഡുകളെ പറ്റിയാണ് നോക്കുന്നത്. വൊക്കാബുലറി ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ വാക്ക് അസർടെയിൻ ആണ്. ഇതിൻ്റെ അർത്ഥം ഉറപ്പാക്കുക എന്നാണ്. സെൻറ്റൻസിൽ എക്സാമ്പിൾ നോക്കാം. ഹിസ് ഡോക്ടേഴ്സ് ഹാവ് ബീൻ അനേബിൾ ടു അസർടെയിൻ ദ കോസ് ഓഫ് ഹിസ് ഇൽനെസ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്പ്രൂവ്. അടുത്തത് ആസ്പേഴ്സ് ആണ്. ഇതിൻ്റെ അർത്ഥം അപകീർത്തിപ്പെടുത്തുക എന്നാണ്. ഡിഫെയിം. സെൻറ്റൻസിൽ ഡെസ്പൈറ്റ് ഹിസ് ഗുഡ് ഇൻറ്റൻഷൻസ് ദ പൊളിറ്റീഷ്യൻസ് ഒപ്പണൻസ് sought to asperse his reputation with baseless accusation. ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്രൈസ് ആണ്. അടുത്ത വാക്കാണ് ബ്ലിസ്. പെർഫെക്റ്റ് ഹാപ്പിനെസ് അല്ലെങ്കിൽ പരമാനന്ദം എന്നാണ് അർത്ഥം. ഷീ ഫെൽറ്റ് പ്യുവർ ബ്ലിസ് ആസ് ഷീ വാച്ച്ഡ് ദ സൺസെറ്റ് ഓവർ ദ ഓഷ്യൻ. ബ്ലിസിൻ്റെ ഓപ്പോസിറ്റാണ് മിസറി. അടുത്തത് ക്ലിമൻസി ആണ്. ഇതിൻ്റെ അർത്ഥം ദയ എന്നാണ്. മേഴ്സി, ലീനിയൻസ് എന്ന് ഇംഗ്ലീഷിൽ. സെൻറ്റൻസിൽ ദ ഗവർണർ ഗ്രാൻറ്റഡ് ക്ലിമൻസി. ഓപ്പോസിറ്റാണ് ഹാർഷ്നസ്. അടുത്തത് ഡിമിനിഷ് ആണ്. ഇതിൻ്റെ അർത്ഥം കുറയ്ക്കുക, ചുരുക്കുക, ചെറുതാക്കുക എന്നൊക്കെയാണ്. ബിക്കം ലെസ് എന്നാണ് ഇംഗ്ലീഷിൽ. എക്കണോമിക്സ് പഠിച്ചവർക്ക് ലോ ഓഫ് ഡിമിനിഷൻ മാർജിനൽ യൂട്ടിലിറ്റി അറിയാമായിരിക്കും. സെൻറ്റൻസിൽ ദ നോയ്സ് ബിഗാൻ ടു ഡിമിനിഷ് ആസ് ദ നൈറ്റ് പ്രോഗ്രസ്ഡ്. ഇൻക്രീസാണ് ഓപ്പോസിറ്റ്. അടുത്തത് എക്സാഗറേറ്റ് ആണ്. ഇതിൻ്റെ അർത്ഥം ഉള്ളതിലും വലുതാക്കി പറയുക. ടു റെപ്രസെൻറ്റ് സംതിങ് ആസ് ബീങ് ലാർജർ, ഗ്രേറ്റർ ഓർ വേഴ്സ് ദാൻ ഇറ്റ് ഈസ്. സെൻറ്റൻസിൽ യു ആർ എക്സാഗറേറ്റിംഗ് ദ പ്രോബ്ലം. മിനിമൈസ് ആണ് ഓപ്പോസിറ്റ്. അടുത്ത വാക്കാണ് എക്സ്ട്രോവേർട്ട്. ഇതിൻ്റെ അർത്ഥം ബഹിർമുഖൻ എന്നാണ്. someone who is sociable, talkative and outgoing. സെൻറ്റൻസിൽ he is a true extrovert, always seeking out lively social interactions. ഓപ്പോസിറ്റ് ഇൻട്രോവേർട്ട് ആണ്. അടുത്ത് ഫാർദർ ആണ്. ഫർദർ അല്ല. ഇതിൻ്റെ അർത്ഥം ദൂരത്തുള്ള എന്നാണ്. ഡിസ്റ്റൻസ് എന്നാണ് ഇംഗ്ലീഷിൽ. സെൻറ്റൻസിൽ they decided to hike farther into the forest. ഓപ്പോസിറ്റ് ക്ലോസർ ആണ്. അടുത്ത വാക്കാണ് ജനറസ്. ഇതിൻ്റെ അർത്ഥം മഹാമനസ്കതയുള്ള എന്നാണ്. ഷോയിങ് റെഡിനെസ് ടു ഗീവ് മോർ ഓഫ് സംതിങ് എന്നാണ് ഇംഗ്ലീഷിൽ. സെൻറ്റൻസിൽ ഹീ ഈസ് നോൺ ഫോർ ഹിസ് ജനറസ് നേച്ചർ. ഓപ്പോസിറ്റാണ് സ്റ്റിഞ്ചി, പിശുക്കൻ എന്നാണ്. അടുത്ത വാക്ക് ഹേർഡിൽ, പ്രതിബന്ധം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒബ്സ്റ്റക്കിൾ എന്ന് ഇംഗ്ലീഷിൽ. സെൻറ്റൻസിൽ ദ കമ്പനി ഫേസസ് സിവിയർ ഫിനാൻഷ്യൽ ഹേർഡിൽസ് ദിസ് ഇയർ. ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ സ്കോപ്പുള്ള കുറേ വാക്കുകളാണ് ഇവയൊക്കെ. ഉദാഹരണങ്ങളിൽ നിന്ന് അവ ഉപയോഗിക്കേണ്ട രീതിയും മനസ്സിലാക്കാം. വേർഡ് മീനിങ്ങിൻ്റെ അളവ് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു. വൊക്കാബുലറിയുടെ കുറേയധികം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിന് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ കാണാത്തവർ കാണുവാൻ ശ്രമിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.